ഒരു കാലത്ത് ഇടതു പാർട്ടികളിൽ ഏറ്റവും ശക്തമായ പാർട്ടി CPI ആയിരുന്നു. CPM പോലും പിറവിയെടുക്കുന്നത് CPIയിൽ നിന്നാണ്. എന്നാൽ ഇന്ന് CPIയുടെ അവസ്ഥ പരിതാപകരമാണ്. അണികളില്ലാത്ത പാർട്ടിയായി ആ പാർട്ടി മാറിയിരിക്കുന്നു. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ CPI സംസ്ഥാന നേതൃത്വത്തിൽ അസ്വസ്ഥത പുകയുകയാണ്. സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയ തീരുമാനത്തെ ചോദ്യം ചെയ്ത് നേതാക്കൾ രംഗത്ത് വന്നതാണ് പാർട്ടി സംസ്ഥാന ഘടകത്തിൽ അസ്വസ്ഥത പടർത്തുന്നത്. പുതിയ സംസ്ഥാന കൗൺസിലിന്റെ പാനലിൽ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായ മീനാങ്കൽ കുമാർ രംഗത്ത് വന്നിരുന്നു. കുമാറിന് പിന്നാലെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിനെ ചോദ്യം ചെയ്ത് ഇടുക്കിയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് KK ശിവരാമനും രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന കൗൺസിലിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിനുള്ള കാരണം പ്രായപരിധി അല്ലെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് KK ശിവരാമൻ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയിരിക്കുന്നത്. പാർട്ടി സമിതികളിൽ തുടരുന്നതിന് 75 വയസ്സ് പ്രായപരിധി തീരുമാനമുണ്ടെങ്കിലും തനിക്ക് 73 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നായിരുന്നു ശിവരാമന്റെ വാദം. ഇടുക്കി ജില്ലാ കൗൺസിലിന്റെ ക്വാട്ടയിൽ നിന്ന് സംസ്ഥാന കൗൺസിൽ അംഗമായ തന്നെ ഒഴിവാക്കാൻ ജില്ലയിൽ എന്തെങ്കിലും സവിശേഷമായ കാരണമുള്ളതായി അറിയില്ലെന്ന ശിവരാമന്റെ പ്രതികരണത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരായ ഒളിയമ്പുണ്ട്. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കും അനധികൃത ഇടപാടുകാർക്കുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ശിവരാമൻ സംഘടനാ വിഷയങ്ങളിലും സംസ്ഥാന പാർട്ടികളുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ എതിർചേരിയിലാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ശിവരാമനെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട തിരുവനന്തപുരത്തെ യുവനേതാവ് മീനാങ്കൽ കുമാറും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് തന്നെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് നേതൃത്വം മറുപടി പറയണമെന്നാണ് മീനാങ്കൽ കുമാർ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടത്. സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച തീരുമാനത്തെ ചോദ്യം ചെയ്ത പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഓരോ ദിവസവും രംഗത്ത് വരുന്നത് തന്നെ CPIയിൽ മുമ്പൊരിക്കലും കാണാത്ത കാഴ്ചയാണ്. പാർട്ടി അച്ചടക്കവും സംഘടനാ തത്വവും ഒന്നും പാലിക്കാത്ത തരത്തിൽ അയഞ്ഞ സംവിധാനമായി കേരളത്തിലെ CPI മാറുന്നതിന്റെ ലക്ഷണമായിട്ടാണ് മുതിർന്ന നേതാക്കൾ ഈ സംഭവങ്ങളെ കാണുന്നത്. പരസ്യ പ്രതികരണം നടത്തിയ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇപ്പോഴിതാ ബിനോയ് വിശ്വം വീണ്ടും സെക്രട്ടറിയായി. ഔദ്യോഗിക പക്ഷം പാർട്ടി പിടിച്ചെങ്കിലും പുതിയ അസിസ്റ്റന്റ് സെക്രട്ടറി ആരെന്നതിനെ ചൊല്ലിയുള്ള നിർവാഹക സമിതി രൂപീകരണത്തെ ചൊല്ലിയും CPIയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്നുണ്ട്. പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് സംസ്ഥാന നിർവാഹക സമിതിയെങ്കിലും നേതാക്കന്മാർ തമ്മിൽ ആശയവിനിമയം തുടങ്ങിയെന്നാണ് സൂചന. പഴയ കാനം വിഭാഗത്തിൽ നിന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയെ കൊണ്ടുവരാനാണ് ബിനോയ് വിശ്വത്തിന്റെ നീക്കം. പ്രായപരിധി കഴിഞ്ഞതോടെ കൗൺസിലിൽ നിന്ന് പുറത്തായ E ചന്ദ്രശേഖരൻ അസിസ്റ്റന്റ് സെക്രട്ടറി പദവി ഒഴിയും. പകരക്കാരനെ കണ്ടെത്തുന്നതിൽ വലിയ ചരടുവലികളാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. കൗൺസിലിൽ മേൽക്കൈയുള്ളതിനാൽ കൊല്ലത്തു നിന്നും R രാജേന്ദ്രനെ അസിസ്റ്റന്റ് സെക്രട്ടറിയാക്കാനാണ് കാനം പക്ഷത്തിന്റെ നീക്കം. എന്നാൽ പാർട്ടിയിൽ രാജേന്ദ്രനേക്കാൾ യോഗ്യരായവർ പലരുണ്ടെന്നാണ് എതിർചേരിയുടെ പക്ഷം. കൊല്ലത്തു നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരന്റെ പേര് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കാനം വിരുദ്ധ ചേരിയിലെ പ്രധാന നേതാക്കളായ CN ചന്ദ്രൻ, PS സുബാൽ, VS സുനിൽകുമാർ എന്നിവർ നിലവിൽ എക്സിക്യൂട്ടീവിൽ പോലും സ്ഥാനമില്ല. ഇതിനുള്ള പിടിവലികളും നേതാക്കൾക്കിടയിൽ ആരംഭിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വത്തെ ആക്ഷേപിച്ച് ശബ്ദരേഖയിൽ താക്കീത് നേരിട്ട കമല സദാനന്ദനെ എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കിയേക്കും. ഇസ്മയിൽ പക്ഷം ദുർബലമായതിനാൽ പോരാടി സ്ഥാനം നേടിയെടുക്കാനുള്ള കരുത്ത് എതിർചേരിക്കില്ല. സമവായ പാതയിൽ അർഹമായത് നേടിയെടുക്കുവാൻ വിരുദ്ധചേരി ശ്രമിച്ചേക്കും. ഏതായാലും അണികളില്ലാത്ത പാർട്ടി നേതാക്കളുടെ കലഹം പൊതുജനങ്ങൾക്കൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്.